Hi students, welcome back. അടുത്ത വർഷത്തെ +2 ഫിസിക്സിലെ ഓരോ ചാപ്റ്ററും ടോപ്പിക് വൈസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ജൂണിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, explain the process isothermal, adiabatic, isobaric and isochoric. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോ മനസ്സിലായത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ് അല്ലെങ്കിൽ ഐസോതെർമൽ ആൻഡ് ഐസോബാറിക് പ്രോസസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ പ്രോസസ്സും എന്താണെന്ന് പഠിക്കുക, എന്നിട്ട് ഏത് ചോദിച്ചാലും ആ പ്രോസസ് എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നങ്ങ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള കമ്പാരിസൺ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ തെർമോഡൈനാമിക് പ്രോസസ് അല്ലെ. തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസ് ആരൊക്കെയാണ്? ഓക്കെ, അതും കൂടി ഒന്ന് നോക്കാം. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇത് മൂന്നുമാണ് നമ്മൾ എന്തെന്ന് പറയാ, തെർമോഡൈനാമിക് വേരിയബിൾസ്. ഓക്കെ, ഇത് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക് വേരിയബിൾസ് ഏതൊക്കെയാണ്? ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇത് മൂന്നും തെർമോഡൈനാമിക് വേരിയബിൾസ് ആണ്. ഓക്കെ, ഇനി അപ്പൊ ഐസോതെർമൽ പ്രോസസ് എന്താണ്? അപ്പൊ അത് തെർമോഡൈനാമിക് പ്രോസസ് ആണ്. അതിനകത്ത് എന്തുവരും? ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയാ, ഐസോതെർമൽ പ്രോസസ്. അപ്പോ ഇവിടെ എന്തെന്ന് പറയാ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എന്തെന്ന് പറയാം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ ഓഫ് ഗ്യാസ് നമുക്ക് എന്തെഴുതാം, PV = RT. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ്സിലെ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, ഇവിടുന്ന് PV = a കോൺസ്റ്റന്റ്. ഓക്കെ, PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, PV കോൺസ്റ്റന്റ് ആണെങ്കിൽ P1 V1 = നമുക്ക് എന്തെന്ന് എഴുതാം, P2 V2 എന്ന് എഴുതാം. ഓക്കെ, P1 V1 = P2 V2. അപ്പോ ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാൽ എന്ത് എഴുതാം, PV = a കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി അപ്പൊ ഐസോതെർമൽ പ്രോസസ് എന്താന്ന് പറഞ്ഞു, അതിന്റെ കേസും പറഞ്ഞു. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് അനുസരിച്ച് നമുക്കറിയാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് കൺസർവേഷൻ ഓഫ് എനർജി ആണ്, ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അപ്പൊ ഡെൽറ്റ Q = ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W ആണ്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടുത്തെ ഇന്റേണൽ എനർജി എന്തായിരിക്കും? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുക. ഇന്റേണൽ എനർജി ഓഫ് എ ഗ്യാസ് വിച്ച് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തുവരും, ഡെൽറ്റ U ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡെൽറ്റ U എന്തുവരും, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി = 0. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. അപ്പൊ ഡെൽറ്റ Q = നമുക്ക് എന്തെന്ന് എഴുതാം, ഡെൽറ്റ W എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, വർക്കിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ വർക്ക് ഡൺ = ഡെൽറ്റ Q. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും വർക്കിന് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ആ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ
വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 2.303 RT log V2 divided by V1. Okay. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ എന്ത് വന്നു? 2.303 RT log V2 by V1. അപ്പൊ എന്തൊക്കെ കേസ് നമുക്ക് പറഞ്ഞു നോക്കിയേ? ഐസോതെർമൽ പ്രോസസ് ആണ്, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ PV is equal to a constant ഇക്വേഷൻ പറയാം. ഇനി ഇവിടുന്ന് വീണ്ടും പറയാമോ എമൗണ്ട് ഓഫ് ഹീറ്റ് വിച്ച് ഇസ് ഗിവൺ, അല്ലെ? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക? വർക്കിനാണ്. ആ വർക്കിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 2.303 RT log V2 by V1. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു PV is equal to a കോൺസ്റ്റന്റ് ആണ്, അല്ലെ? PV കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യും? കുറയും. അല്ലെങ്കിൽ വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യാം? കുറയാം. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരാം? PV ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്തുവരും? P കൂടുമ്പോൾ വോളിയം കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഗ്രാഫ് എപ്പോഴും എങ്ങനെ വരും? ഈ രീതിയിൽ വരും. പ്രഷർ കൂടിയിരിക്കുമ്പോൾ വോളിയം കുറവാണ്. ഓക്കെ, അപ്പോ കണ്ടോ, പ്രഷർ ഇവിടെ ഭയങ്കര കൂടുതലാണ്, കറസ്പോണ്ടിങ്ങിലി വോളിയം വളരെ കുറവാണ്. ഇനി വോളിയം കൂടുന്തോറും എന്ത് ചെയ്യുക? വോളിയം കൂടുതലാണ്, അപ്പൊ പ്രഷർ എന്തായിരിക്കും? കുറവാണ്. അപ്പൊ നമുക്ക് പറയാം ഐസോതേർം അല്ലെങ്കിൽ PV ഡയഗ്രാം എങ്ങനെ വരും? ഈ രീതിയിലാണ് വരും. ഓക്കെ, അപ്പൊ ഐസോതെർമൽ പ്രോസസ്സിന്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആയി. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പ്രോസസ്സിലേക്ക് പോവാം. അഡിയബാറ്റിക് പ്രോസസ്. സെക്കൻഡ് വൺ, അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? There is no heat exchange between system and surroundings. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് അവിടെ, അല്ലെ? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഈ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കും സിസ്റ്റത്തിന്റെ പുറത്തേക്കും എന്ത് ചെയ്യില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കണില്ല. ഓക്കെ, there is no heat exchange between system and the surroundings. ഓക്കെ, അതാണ് എന്തെന്ന് പറയാ? അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ അഡിയബാറ്റിക് പ്രോസസ്സില് എന്തൊക്കെ നമുക്ക് എഴുതാം? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റ്, there is no heat exchange between system and the surroundings, അല്ലെ? No heat exchange. Between system and the surroundings. Okay, there is no heat exchange between system and the surroundings. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അങ്ങനെ എന്ത് വരും? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ആണ്, അല്ലെ? അപ്പോ അത് എത്രയായി പോകും? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് വിച്ച് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഹീറ്റ്, അല്ലെ? ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഓക്കെ, അപ്പോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ട്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആയിരുന്നു. ഇവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തല്ല? 0 അല്ല. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്ക് ഒരു വാല്യൂ ഉണ്ട്. ഇനി വാട്ട് അബൌട്ട് ദ വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ്? അപ്പൊ വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു R divided by gamma minus 1 into T2 minus T1 minus T2. Okay, R divided by gamma minus 1 into T1 minus T2 adiabatic process in the work done in the equation.
ഇനി നമുക്ക് എന്തെന്ന് പറയാം, അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. ബസ്റ്റിംഗ് ഓഫ് ടയർ അല്ലെ, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ടയർ ബേസ്റ്റ് ചെയ്യാണ്. ആ ടയർ ഇങ്ങനെ പൊട്ടി കാറ്റ് പുറത്തേക്ക് വരുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. അത് എന്തായിട്ട് വരും, അഡിയബാറ്റിക് പ്രോസസ്സിന് നാച്ചുറൽ ആയിട്ട് കൊടുക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ് ആണ്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PV raised to gamma equal to a constant. ഓക്കെ, എന്തായിരുന്നു വന്നിരിക്കുക, PV raised to gamma equal to a constant. ഇതാണ് എന്തെന്ന് പറയാ, അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ. PV raised to gamma is equal to, gamma എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് കപ്പാസിറ്റീസ് ആണ്. Gamma is equal to CP by CV ആണ്. Gamma is equal to CP divided by CV. Okay, അപ്പോ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷനായി PV raised to gamma is equal to a constant. ഇനി നമുക്ക് എങ്ങനെ പറയാം, ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം, അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഗ്രാഫ് എങ്ങനെ നമുക്ക് റെപ്രസെന്റ്, ഐസോതെർമൽ പ്രോസസ്സിന്റെ ഗ്രാഫ് അല്ലെ, പ്രഷർ വോളിയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ്. ഓക്കെ, ഇത് ഐസോതെർമൽ ആണെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഗ്രാഫ് കുറച്ചും കൂടെ സ്റ്റീപ്പ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും, അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഐസോതെർമൽ ഗാമ ടേമും കൂടെ അവിടെ വന്നല്ലോ, അപ്പൊ സ്റ്റീപ്നെസ് ഓഫ് ദി കർവ് കുറച്ചും കൂടെ എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഇത് താഴേക്ക് വരും. അപ്പൊ ഇത് ഐസോതെർമൽ പ്രോസസ് ആണ്, ഇവിടെ എന്ത് വരും, അഡിയബാറ്റിക് പ്രോസസ് ആണ്. അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് അഡിയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ച് അറിയാവുന്നത്, there is no heat exchange between system and surroundings. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, അത് ഫസ്റ്റ് വൺ. ഇനി amount of heat, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം amount of heat given to the system is equal to 0. therefore change in internal energy is equal to minus delta W എന്ന് നമുക്ക് പറയാം. ഇന്റേണൽ എനർജി ഉണ്ട്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഉണ്ട്. ഓക്കെ, ഇനി വർക്ക് ഡൺ W is equal to എന്ത് വരും, R divided by gamma minus 1 into T1 minus T2. വർക്ക് ഡണിന്റെ ഇക്വേഷൻ പഠിച്ചിരിക്കാം, വർക്ക് ഡണിന്റെ ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്താ, വർക്ക് ഡണിന്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഇത് എഴുതാം. അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PV raised to gamma is equal to a constant. ഗാമ എന്ന് പറയുന്ന ഒരു ടേമും കൂടെ വരണം, PV raised to gamma equal to a constant. ഇനി ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. പിന്നെ അതിന്റെ ഗ്രാഫ്. ഓക്കെ, എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്. Okay, in isobaric process, in isobaric process, pressure remains constant. Pressure ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക, പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് എന്തെന്ന് പറയാ, ഐസോബാറിക് പ്രോസസ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to 1 mole of ഗ്യാസിൽ RT ആണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം V is directly proportional to T, വോളിയം is directly proportional to temperature. അതാണ് എന്തെന്ന് പറയാ നമ്മുടെ ഐസോബാറിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ. അപ്പൊ അവിടെ നിന്ന് V/T is equal to a constant. ഓക്കെ, പ്രോബ്ലം ഒക്കെ ആയിട്ട് ചോദിക്കാം. V1/T1 is equal to V2/T2. ഐസോബാറിക് പ്രോസസ്, പ്രഷർ ആണ് കോൺസ്റ്റന്റ്, അപ്പൊ P കോൺസ്റ്റന്റ്, R കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഐസോബാറിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ആയി. ഇനി എന്താണ് വർക്ക് ഡൺ, വർക്ക് ഡൺ ബൈ ദ ഐസോബാറിക് പ്രോസസ്. ഓക്കെ, ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ
വർക്ക് ഡൺ W is equal to അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ is equal to P into V2 minus V1 ആണ്. വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ് is delta W is equal to P into V2 minus V1. ഇതാണ് വർക്ക് ഡൺ ഇൻ ഐസോബാറിക് പ്രോസസ്. അപ്പോൾ വർക്ക് ഡണിന്റെ ഇക്വേഷനായി ഓക്കെ. ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ അവിടെ വോളിയം ആണ് കോൺസ്റ്റന്റ്. വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? PV is equal to RT, 1 mole of gas. വോളിയം കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്. Therefore P is directly proportional to T. P യും T യും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം P by T is equal to a constant. അങ്ങനെയാണെങ്കിൽ P1 by T1 is equal to P2 by T2. പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ വർക്ക് ഡൺ എന്തായിട്ട് വരും? വോളിയത്തിന് ചേഞ്ച് ഇല്ല. വർക്ക് ഡണിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? P into delta V ആണ്. ഓക്കെ, P into delta V ആണ് നമ്മുടെ എന്തെന്ന് പറയാം? വർക്ക് ഡണിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയാം. ഡെൽറ്റ W is equal to P into delta V. ഇപ്പൊ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ V is equal to എത്ര വരും? 0. അപ്പൊ ഡെൽറ്റ W എന്ത് തന്നെയായിരിക്കും? വർക്ക് ഡൺ is equal to 0. അപ്പോ വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് is equal to എത്ര വരുന്നു? 0 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ amount of heat given to the system എപ്പോഴും എന്ത് വരും? ഡെൽറ്റ Q is equal to ഡെൽറ്റ U ആണ് അല്ലെ? വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് എനർജി ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി മുഴുവനും അവിടെ എന്തായിട്ടാണ്? ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഐസോകോറിക് പ്രോസസ്. അപ്പൊ നമ്മൾ 4 പ്രോസസ്സും പഠിച്ചിട്ടുണ്ട്. അപ്പൊ 4 പ്രോസസ്സ് കമ്പാരിസൺ ചോദിച്ചാലും ആ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആ പ്രോസസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, heat engine is a device which convert dash energy into dash. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഡിവൈസ് എന്ത് എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ is a device which convert heat energy into work. വർക്കാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എന്ത് എനർജി? മെക്കാനിക്കൽ എനർജി. A heat engine is a device which convert heat energy into mechanical energy. Appo heat engine is a device which convert heat energy into mechanical energy or work. Heat energy ne endaki convert cheyana? Work aaki convert cheyana. Aadu cheya? Heat engine cheyana. Okay. Name the process in Carnot cycle. Carnot cycle പ്രോസസ്സ് ഏതൊക്കെയാണ്? കാർനോട്ട് സൈക്കിളിന്റെ ഡിഫറെന്റ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഉണ്ട് കാർനോട്ട് സൈക്കിളിന്റെ പ്രോസസ് അനലൈസ് ചെയ്യാം. ഓരോ ഗ്രാഫ് തന്നിട്ട് ആ ഗ്രാഫിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് പ്രോസസ്സ്, ഇന്ന പോർഷനിൽ എന്ത് പ്രോസസ് ആണ്. ഓക്കെ, പിന്നെ വർക്ക് ഡൺ, ഓരോ പ്രോസസ്സിലും നടന്ന വർക്ക് ഡൺ എന്താണ്, അതിന്റെ എഫിഷ്യൻസി എന്താണ്, ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരച്ചിട്ട് ഓരോ പ്രോസസ്സും എന്താന്നുള്ളത് നമ്മളൊന്ന് ചെറുതായിട്ട് പറയാം. കാർനോട്ട് സൈക്കിൾ ആണ്. കാർനോട്ട് സൈക്കിളില് ഗ്രാഫ് വരയ്ക്കാൻ കാർനോട്ട് സൈക്കിളിലെ ഗ്രാഫായി നമുക്ക് ABCD എന്ന് പറയുന്ന ഗ്രാഫ് ചിലപ്പോൾ തരാം, അല്ലെങ്കിൽ നമുക്കത് വരയ്ക്കാം. ഓക്കെ, PV ഡയഗ്രാം. ഇനി ഇവിടെ ഫസ്റ്റ് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്
നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസ് ഉള്ള ആ സിലിണ്ടർ ഫസ്റ്റ് നമ്മൾ എവിടെ വെക്കുകയാണ്? സോഴ്സിൽ വെക്കുകയാണ്. സോഴ്സിന് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള സാധനമാണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു. സോഴ്സിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് വെൻ ദ സിലിണ്ടർ, ഐഡിയൽ ഗ്യാസ് ഉള്ള സിലിണ്ടർ ആദ്യം സോഴ്സിലാണ് വെക്കുക. ആ സോഴ്സിൽ വെക്കുമ്പോൾ സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 ആണ്. അപ്പൊ അവിടെ വെക്കുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ് ആണ് ഫസ്റ്റ് പ്രോസസ്സ് AB എന്ന് പറയുന്ന പോർഷൻ കാണിക്കുന്നത്. AB എന്ന് പറയുന്ന പോർഷനില് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, AB എന്ന് പറയുന്ന ഗ്രാഫ് കാണിക്കുന്നത് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സിൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ ടെമ്പറേച്ചർ എടുക്കും തോറും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ് ചെയ്യുന്തോറും നമുക്ക് സാധാരണ കേസിൽ എങ്ങനെയാ? എക്സ്പാൻഡ് ചെയ്യുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. പക്ഷെ ഇവിടെ എന്താണ്? സോഴ്സ് ഉണ്ട്, സോഴ്സിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ടിരിക്കാം അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിന്നുകൊണ്ട് എന്തുവരും? ഐഡിയൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിന്നുകൊണ്ട് അവിടെ എന്ത് നടക്കാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കാണ്. അപ്പോ ഇനിഷ്യലി P1, B1, T1 ആണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എങ്കിൽ, തെർമോഡൈനാമിക് വേരിയബിൾ എങ്കിൽ ഐസോതെർമൽ ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോ എന്തായി മാറും? P2, V2, T1 തന്നെയാണ്. ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, രണ്ടാമത് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ സോഴ്സിൽ നിന്ന് ആ ഐഡിയൽ ഗ്യാസിനെ എടുത്ത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഇൻസുലേറ്റഡ് ആയി. അപ്പൊ ഹീറ്റ് എനർജി, ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് നടക്കില്ലെങ്കിൽ ആ പ്രോസസ് എന്താണ്? അഡിയബാറ്റിക് പ്രോസസ് ആണ്. ഓക്കെ, അപ്പോ BC എന്ന് പറയുന്ന പോർഷനിൽ നടക്കുന്നത് എന്താണ്? അഡിയബാറ്റിക് പ്രോസസ് ആണ്. അഡിയബാറ്റിക് ഏത് പ്രോസസ്സാണ് നടക്കുക? എക്സ്പാൻഷൻ തന്നെ. ടെമ്പറേച്ചർ കൂടിയിരിക്കുകയാണല്ലോ. ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ വെച്ചപ്പോ ടെമ്പറേച്ചർ കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടുതലുള്ള സാധനമാണ് ഇവിടെ എത്തുമ്പോൾ അതെന്ത് ചെയ്യും? അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഐഡിയൽ ഗ്യാസ് എവിടെയാണ്? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ്. ഓക്കെ, അപ്പൊ അവിടെ നടക്കുന്ന പ്രോസസ്സ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പൊ എല്ലാം ചേഞ്ച് ചെയ്യും. P3, V3, T2. ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അപ്പൊ രണ്ട് എക്സ്പാൻഷനും കഴിഞ്ഞു. ഇനി രണ്ട് കംപ്രഷൻ ആണ്. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യാണ്? നമ്മൾ ആ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഐഡിയൽ ഗ്യാസിനെ എടുത്ത് എവിടെ പ്ലേസ് ചെയ്തു? സിങ്കിൽ പ്ലേസ് ചെയ്തു. സിങ്കിന്റെ പ്രത്യേകത എന്താ? എത്ര ഹീറ്റ് വേണമെങ്കിലും അത് എന്ത് ചെയ്യും? സ്വീകരിക്കും. ഓക്കെ, നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സിങ്കിലേക്ക് കൊണ്ടുപോയാണ് അതൊക്കെ കമത്തിക്കളയാം അല്ലെ. അപ്പൊ എന്ന് പറയണ പോലെ തന്നെ എന്ത് ചെയ്യും? സിങ്ക് ആവശ്യമില്ലാത്ത സാധനത്തിനെയൊക്കെ എന്ത് ചെയ്തോളും? സ്വീകരിച്ചോളും. അപ്പൊ എത്ര ഹീറ്റിനെ വേണമെങ്കിലും സിങ്ക് എന്ത് ചെയ്യും? സ്വീകരിച്ചോളും. ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ആണ് സിങ്കിന്. ഓക്കെ, സോഴ്സിനെ പോലെ തന്നെ. അപ്പൊ നമ്മൾ എന്തുവരും? അവിടെ നടക്കുന്ന പ്രോസസ്സ്, CD-യിൽ നടക്കുന്ന പ്രോസസ്സ് ഐസോതെർമൽ കംപ്രഷൻ ആണ്. CD-യിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഐസോതെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് അവിടെ പ്രോസസ്സ്, കംപ്രഷൻ പ്രോസസ്സ് നടക്കുക. അപ്പോ ഇവിടെ നടക്കുന്നത് CD-യിൽ നടക്കുന്നത് ഏതാണ്? CD-യിൽ നടക്കുന്നത് ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ അല്ലെ. ഐസോതെർമൽ കംപ്രഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? P4, V4, T2 അല്ലെ. ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ T2 ആണെങ്കിൽ ഇവിടെ T2. ഓക്കെ,
ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? എ ഡിയിലാണ്. എ ഡിയിൽ നടക്കുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ ഐഡിയൽ ഗ്യാസിനെ നമ്മൾ എടുത്ത് എങ്ങോട്ട് പ്ലേസ് ചെയ്യുക? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് പ്ലേസ് ചെയ്യാണ്. അങ്ങനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലേക്ക് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ളി ഇൻസുലേറ്റഡ് ആയി. അതുകൊണ്ട് ഡി എയിൽ നടക്കുന്ന പ്രോസസ് ഏതാണ്? അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. ഡി എയിൽ നടക്കുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പൊ 4 പ്രോസസ്സുമായി ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പൊ 4 പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 പ്രോസസ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ്. Fourth question. Is it possible to cool a room by leaving the door of the fridge open? നമ്മുടെ വീട്ടില് ഫ്രിഡ്ജ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്, തുറന്നു കിടക്കുകയാണ്. തുറന്നു കിടന്നു കഴിഞ്ഞാൽ ആ റൂം ക്ലോസ്ഡ് ആണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കാം? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഫ്രിഡ്ജ് തുറന്നു വെച്ചാൽ ആ റൂം കൂളാവോ ഇല്ലയോ? അങ്ങനെയും ചോദിക്കാം. ഫ്രിഡ്ജിൽ നമ്മളൊരു സാധനം വെക്കുമ്പോൾ ഫ്രിഡ്ജ് എന്ത് ചെയ്യും? ആ സാധനത്തിലെ ഹീറ്റ്, ഇപ്പൊ ആപ്പിള വെക്കുന്നെങ്കിൽ ആപ്പിളിലെ ഹീറ്റ് എന്ത് ചെയ്യും? വലിച്ചെടുത്തിട്ട് ഫ്രീയോൺ ഗ്യാസ് വർക്ക് ചെയ്യാണ്. അപ്പൊ ആ ഗ്യാസ് വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഹീറ്റും ആ ഗ്യാസ് വർക്ക് ചെയ്യുന്നതിന്റെ ഹീറ്റും എല്ലാം കൂടെ പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡിൽ എപ്പോഴും എന്തായിരിക്കും? ടെമ്പറേച്ചർ കൂടുതലാണ്, അല്ലെ? ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇനിയിപ്പൊ നോക്കിക്കേ, ഇനി നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ടേക്കാണെങ്കിൽ ഫ്രിഡ്ജ് എന്താ ചെയ്യുക? ആ റൂമിലെ ടെമ്പറേച്ചറിനെ മൊത്തം എന്ത് ചെയ്യും? ആ ഫ്രിഡ്ജ് വലിക്കും. വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? വർക്ക് ഡൺ നടക്കുന്നുണ്ട്, അവിടെ ഗ്യാസ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റിനെ പുറത്തേക്ക് വിടും. അപ്പോൾ വലിച്ചെടുത്തതിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റാണ് പുറത്തേക്ക് വിടുന്നത്, സറൗണ്ടിങ്സിലേക്ക് വിടുന്നത്. ആ സറൗണ്ടിങ് എന്ന് പറയുന്നത് ഈ റൂം തന്നെയാണ്. അപ്പൊ ടെമ്പറേച്ചർ ഓഫ് ദ റൂം എന്ത് ചെയ്യണം? കുറച്ചും കൂടെ ചൂടായി. ഈ ചൂടായിട്ടുള്ള ഹീറ്റാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? ഈ ഫ്രിഡ്ജ് വലിച്ചെടുക്കുക, അല്ലെ? അപ്പൊ അതിൽ കൂടുതൽ ഹീറ്റിനെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ശരിക്കും എന്താണ്? റൂം ക്ലോസ്ഡ് ആണെങ്കിൽ എന്തുവരും? ആ റൂമിന്റെ ടെമ്പറേച്ചർ എന്തേ ചെയ്യുള്ളൂ? കൂടുകയേ ചെയ്യുള്ളൂ, അല്ലാണ്ട് കുറയില്ല. എങ്ങനെയാണെങ്കിൽ? ഫ്രിഡ്ജിന്റെ ഡോറ് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈസ് ഇറ്റ് പോസിബിൾ ടു കൂൾ എ റൂം? നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൂൾ ദ റൂം ബൈ ഓപ്പണിംഗ് ദ ഡോർ ഓഫ് ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിന്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ആ റൂം കൂളാവില്ല. ഓക്കെ, മറിച്ച് എന്താവുകയുള്ളൂ? ഹോട്ട് ആവുകയുള്ളൂ. Okay, that's all about today's portion. Thank you.